ആലപ്പുഴയിൽ നിന്ന് ഷാജഹാൻ കൂടി ചേരുകയാണ് വിവരങ്ങളുമായി. ഷാജി, ആലപ്പുഴയിൽ ഇന്ന് മഴ പെയ്യുന്നുണ്ടോ? എന്താണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം? ഒപ്പം തന്നെ പത്തനംതിട്ടയിലും കോട്ടയത്തുമൊക്കെ മലയോര മേഖലകളിൽ മഴയുണ്ട്. അപ്പോൾ സ്വാഭാവികമായും കിഴക്കൻ വെള്ളം കുട്ടനാട്ടിലേക്ക് ഒഴുകിയെത്താനുള്ള സാധ്യതയുണ്ട്. കുട്ടനാടിൻ്റെ ഒരു പശ്ചാത്തലം എന്താണ് ഇപ്പോൾ? മനു സൂചിപ്പിച്ച പോലെ തന്നെ ഇപ്പോൾ 2-3 ദിവസമായിട്ട് ശക്തമായ മഴയാണ്. അതുകൊണ്ട് തന്നെ കിഴക്കിൽ നിന്നുള്ള വെള്ളം കുട്ടനാട്ടിലേക്ക് ഒഴുകി എത്തുന്നുണ്ട്. പമ്പയാറ്റിലും അച്ഛൻ കോവിലാറിലൂടെയൊക്കെ അത് കുട്ടനാട്ടിലേക്ക് എത്തുന്നുണ്ട്. പക്ഷേ എങ്കിലും ചില താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് ഉണ്ടാക്കി എന്നതൊഴിച്ചാൽ കുട്ടനാടിനെ അത് കാര്യമായിട്ട് ബാധിച്ചിട്ടില്ല. കടലിലേക്ക് ഒഴുകി പോകുന്നതിന് വേണ്ടി തോട്ടപ്പള്ളി പൊഴിമുഖവും അതോടൊപ്പം തന്നെ തണ്ണീർമുക്കം ബണ്ടുകളുമൊക്കെ തന്നെ തുറന്നു വെച്ചിരിക്കുകയാണ്. നല്ല രീതിയിൽ കടലിലേക്ക് ജലം ഒഴുകി പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കിഴക്കിൽ നിന്നുള്ള വെള്ളം നേരെ കടലിലേക്ക് പോകുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ എങ്കിലും ഈ വെള്ളക്കെട്ടുള്ള പ്രദേശങ്ങൾ കുട്ടനാട്ടിൽ നല്ല രീതിയിലുണ്ട്. കാര്യം താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ തന്നെ വെള്ളമാണ്. നമുക്കറിയാം സമുദ്രനിരപ്പിൽ നിന്നും ഏറെ താഴ്ന്നു നിൽക്കുന്നൊരു പ്രദേശമാണ്. കൈനഗിരി അടക്കമുള്ള പ്രദേശങ്ങളിലൊക്കെ തന്നെ വെള്ളക്കെട്ടുണ്ട്. കൈനഗിരി, നെടുമുടി, ചമ്പക്കുളം, ഇത്തരത്തിൽ അപ്പർ കുട്ടനാടൻ മേഖലകളിലൊക്കെ തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം ആ പ്രദേശങ്ങളിലൊക്കെ എത്തിയിരുന്നു. ഈ പ്രദേശങ്ങളിലൊക്കെ നല്ല രീതിയിൽ വെള്ളക്കെട്ടുകളുണ്ട്. വീടിനകത്തൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്. പക്ഷേ കുട്ടനാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ആ വെള്ളക്കെട്ടുകളൊന്നും തന്നെ അവരെ കാര്യമായി ബാധിക്കാറില്ല. അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് അത് മാറിക്കഴിഞ്ഞു. നമുക്കറിയാം കുട്ടനാട്ടിലെ ജീവിത രീതി അങ്ങനെ തന്നെയാണ്. പാടശേഖരങ്ങളിലൊക്കെ അതിൻ്റെ ബണ്ടുകളിലൊക്കെയാണ് ഇവരുടെ താമസം. അതുകൊണ്ട് തന്നെ മഴ വരുമ്പോൾ വെള്ളം കയറുന്ന സ്വാഭാവികമാണ്. പക്ഷേ അത് രൂക്ഷമാകുന്ന ഒരു രീതി വരുമ്പോഴത്തേക്കാണ് ഇവരെ ക്യാമ്പുകളിലേക്കൊക്കെ മാറ്റുന്നത്. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ ക്യാമ്പുകളിലേക്ക് മാറ്റേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. അതോടൊപ്പം തന്നെ മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ ഇല്ല. ദേശീയപാതയുടെ പണി നടക്കുന്നതുകൊണ്ട് ചില പ്രദേശങ്ങളിലൊക്കെ തന്നെ വെള്ളക്കെട്ടുകളുണ്ട്. അത് ഒഴിവാക്കുന്നതിന് കൃഷി വകുപ്പ് മന്ത്രി ചേർത്തലയിൽ MLA കൂടിയായിട്ടുള്ള കൃഷി വകുപ്പ് മന്ത്രി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തീരദേശ മേഖലയിലും കടൽ അല്പം പ്രക്ഷുബ്ധമാണ്. പക്ഷേ എങ്കിലും ആൾക്കാരെ ക്യാമ്പുകളിലേക്ക് മാറ്റേണ്ട ഒരു സാഹചര്യം നിലവിലില്ല. മനു. ഷാജഹാൻ വിവരങ്ങൾ നൽകിയത് ആലപ്പുഴയിൽ നിന്ന്.